ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അഞ്ജു ആണെങ്കിലോ രാഹുലിനെ കുറിച്ചുള്ള ചിന്തയിലാണ് കേട്ടോ. ആ സമയത്ത് ശിവയാണെങ്കിലോ ഒരു കട്ടൻ ചായ ഇട്ടിട്ട് വരുന്നുണ്ട്. പുറത്താണെങ്കിൽ നല്ല മഴയും പെയ്യുന്നുണ്ട്. ആ സമയത്ത് തനിക്കൊരു കട്ടൻ വേണോടോ എന്ന് ചോദിക്കുന്നു. എനിക്ക് ഒന്നും കഴിക്കാനൊന്നും തോന്നുന്നില്ല. താൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും നല്ല രീതിക്ക് നടക്കില്ലടോ. രാഹുലിനെ കുറിച്ചല്ലേ തൻ്റെ ചിന്ത. അന്ന് രാത്രി രാഹുൽ തന്നെയായിരിക്കുമല്ലേ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ബഹളം വെച്ചിപ്പോൾ രാഹുൽ ഇങ്ങോട്ട് വരാറും ഇല്ല എന്ന രീതിയിലൊക്കെ ശിവ അഞ്ജുവിനോട് പറയുമ്പോഴത്തേനും രാഹുൽ അന്ന് താഴത്തെ റൂമാണ് എൻ്റെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷെ ആകെ ബഹളം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ രാഹുലിനെ കോണ്ടാക്ട് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നു. എന്തൊക്കെ ഇനി സംഭവിക്കാമെന്നറിയില്ല ശിവ നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ രാഹുലിൻ്റെ ഈ കേസ് ഒന്ന് പരിഹരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്നും ശിവ അഞ്ജുവിന് വാക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ വർഷയെ കൊണ്ട് ഒരു സ്ഥലം വരെ പോവാമെന്ന് ശിവ വന്ന് പറയുന്നുണ്ട്. എങ്ങോട്ടാ ശിവ? എനിക്ക് തനിക്കൊരാളെ കാണിച്ചു തരാനുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഞാൻ അതിനുള്ള മൂഡിലൊന്നുമല്ല. എൻ്റെ അവസ്ഥ തനിക്ക് നല്ലോണം അറിയാലോ. അതുകൊണ്ടാണ് പുറത്തൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് താൻ വായോ. അതിനൊരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങ് പോകുന്നുണ്ട്. എനിക്ക് ആരെയും കാണാനില്ല. എൻ്റെ മാനസികാവസ്ഥ അത് ശരിയല്ല. ഇത് അയാളെ കണ്ടാൽ മാറാവുന്നതേ ഉള്ളൂ. തനിക്ക് തൽക്കാല ആശ്വാസം ഒരു സർപ്രൈസ് എന്ന രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. തനിക്ക് ആരെയും കാണണമെങ്കിൽ താൻ ഒറ്റയ്ക്ക് വന്ന് കണ്ടാൽ പോരെ. എന്തിനു എന്നെയും കൊണ്ട് വന്നത്? താൻ നിൽക്കടോ, അയാളിങ്ങ് വരട്ടെ. ആ സമയത്ത് ഓടി വരുന്നത് നമ്മുടെ ആച്ചക്കുട്ടിയാണ് കേട്ടോ. പുറത്ത് കളിക്കാനായിട്ട് വരുന്നു. ആർച്ചയെ കാണുമ്പോൾ തൻ്റെ മനസ്സും കണ്ണും ഒരുപോലെ നിറയുന്നുണ്ട് കേട്ടോ നമ്മുടെ വർഷയ്ക്ക്. മോളെ പോയിട്ട് വാരി എടുക്കുന്നുണ്ട്. മോളെ ചേച്ചി വന്നു കേട്ടോ, മോള് വിഷമിക്കേണ്ട കേട്ടോ. അങ്ങനെ കരഞ്ഞിട്ട് മോളെ സമാധാനിപ്പിക്കുന്നു. പെട്ടെന്ന് ആ ഒരു സ്ത്രീ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർഷയ്ക്ക് ഒരു പേടി പോലെ ആവുന്നുണ്ട്. ഈ സ്ത്രീ സമ്മതിക്കില്ലല്ലോ കുട്ടിയെ കാണാനൊന്നും. അപ്പോഴത്തേനും നമ്മുടെ ശിവ പറയുന്നുണ്ട്, വർഷ പേടിക്കണ്ട, ആൻറ്റി ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം മോളെ കാണാനുള്ള അനുവാദം നിനക്ക് തന്നിട്ടുണ്ട്. ആ അനുവാദം കിട്ടിയെന്ന് പറയുന്നത് വലിയ സന്തോഷിക്കൊന്നും വേണ്ട. വരിക, കാണുക, പോവുക, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ അടുപ്പൊന്നും കാണിക്കാൻ നിൽക്കേണ്ട. പിന്നെ ഈ കുഞ്ഞിനോട് ഭക്ഷണം കഴിക്കാനായിട്ട് പറ. ഏത് സമയം കരഞ്ഞുകൊണ്ടിരുന്നാൽ കാര്യം ശരിയാവില്ല എന്ന് പറഞ്ഞു കൊടുക്ക്. അങ്ങനെ വർഷം മോളോട് കഴിക്കാനും കളിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നു. പോകുമ്പോഴത്തേനും അത്രയധികം വിഷമത്തോട് കൂടിയിട്ടാണ് മോള് വർഷ യാത്രയാക്കുന്ന. വർഷ തിരിച്ചും പിന്നീടാണെങ്കിൽ 5 മണി ഡ്യൂട്ടിക്ക് പോണ സമയത്ത് ഒരു ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. പെട്ടെന്ന് ഒരാൾ അതിനകത്ത് കയറുന്നുണ്ട്. മാസ്കും കൂളിംഗ് ഗ്ലാസും തൊപ്പിയൊക്കെ വെച്ചത് കാരണം നമ്മുടെ അഞ്ജുവിനും ആളെ തിരിച്ചറിഞ്ഞില്ല. ആരോ കള്ളം കയറുന്നു, ഇറങ്ങടോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വരുന്നു കേട്ടോ. പിന്നീടാണ് ഞാനാണ് രാഹുലാണെന്ന് പറയുന്നു. അങ്ങനെ ഓട്ടോറിക്ഷ ഡ്രൈവർ പറയുന്നത്, താൻ ആരടോ ഈ കുട്ടിയുടെ അടുത്തേക്ക് വരാനായിട്ട്? അയ്യോ ചേട്ടാ, ഇത് എൻ്റെ ഹസ്ബൻഡാണ്. ഇങ്ങനെയാണോ ഭാര്യയെ കാണാനുമായിട്ട് വരുന്നത്? ഒരു പ്രത്യേക സാഹചര്യമാണ് ഇപ്പോൾ, അതുകൊണ്ടാണെന്ന് പറയുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ ചേട്ടൻ വണ്ടി എടുത്തോ എന്ന് അഞ്ജു പറയുന്നു. അങ്ങനെ അഞ്ജു പോകുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട്, എന്താ രാഹുൽ ഇങ്ങനെയൊക്കെ? ഞാൻ എങ്ങനെ സഹിക്കും നിന്നെ കാണാതിരുന്നാൽ? എന്ത് ചെയ്യാനാണ്? അന്ന് രാത്രി വന്നപ്പോൾ ആകെ പ്രശ്നമായില്ലേ. എനിക്കും നിന്നെ കണ്ട് സംസാരിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നു തോന്നുന്നില്ല. എന്തായാലും ഇന്ന് രാത്രി ഞാൻ വരാം, എന്നിട്ട് കൂടുതൽ നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? തൽക്കാലം നീ അവരുടെ കൂടെ നിൽക്കുക. ആരും കണ്ണു വെട്ടിച്ചാണ് ഞാൻ നടക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കൂടെ നിന്നാൽ ശരിയാവില്ല. ശരി, വൈകിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഈ ഒരു വിവരം തന്നെ തൻ്റെ വർഷയോടും ശിവയോടും അഞ്ജു പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ രാഹുൽ വരുന്നുണ്ട്. താനിങ്ങനെ കാത്തിരിക്കുകയാണല്ലേ, അതിൻ്റെ ഒരു സുഖം ഉണ്ടല്ലേ എന്ന രീതിയിൽ വർഷ പറയുന്നുണ്ട്. ഒരു സുഖമോ? രാഹുലിനെ കണ്ടിട്ട് എത്ര ദിവസമായി? അന്നേ മര്യാദയ്ക്ക് കാണാൻ സാധിച്ചില്ലല്ലോ, വിളിക്കാനും സാധിക്കുന്നില്ല. എല്ലാവരും കൂടിയും രാഹുലിനെ പറ്റിക്കുകയല്ലേ ചെയ്തത്. ഇപ്പം എന്തായി? ഇപ്പം അത്രയും എമൗണ്ട് പൈസയൊന്നും രാഹുലിന് ഒരിക്കലും തന്നെ തിരിച്ചു കൊടുക്കാൻ, സ്വന്തം കയ്യിൽ വെച്ച് കൊടുക്കാനും സാധിക്കില്ല. ആകെ പ്രശ്നമായി എന്ന് പറയുന്നു. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ തീരുവടോ എന്ന് വർഷ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനൊരു അവസരം ദൈവമായിട്ടും ഉണ്ടാക്കി തരും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നമുക്കൊരു പരീക്ഷണമാണ് ദൈവം തരുന്നത്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നും ദൈവം നമുക്ക് തരില്ല എന്നും വർഷ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ പോയി കിടന്നോ? ഞങ്ങൾ പോയി കിടന്നോളാം. ഞങ്ങളിപ്പോൾ സ്വർഗത്തെ കട്ടറും പാവണ്ടല്ലോ അല്ലേ. നിങ്ങൾക്ക് 2 പേർക്കും പരസ്പരം സംസാരിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. ഞങ്ങളൊന്നും ഇടപെടാനൊന്നും വരുന്നില്ല. നമുക്ക് റൂമിൽ പോവാം. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. രാഹുലേട്ടൻ വരുന്നതിന് മുന്നേ ആയിട്ട് നീയും പോയി ഭക്ഷണം കഴിക്കുക, എന്നിട്ട് കാത്തിരുന്നാൽ മതി. ഇല്ല, രാഹുൽ വരട്ടെ, ഒരുമിച്ച് ഞങ്ങൾ കഴിച്ചോളാം. അതിനുശേഷം ശരിയെന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നു. പെട്ടെന്ന് പുറത്ത് രാഹുലിനെ കാത്ത് നിൽക്കട്ടോ അഞ്ജു. അങ്ങനെ രാഹുൽ ഓടി വരുന്നുണ്ട്. അങ്ങനെ ഞെട്ടുന്നുണ്ട് കേട്ടോ അഞ്ജു. എന്താ അഞ്ജു, നീ പേടിച്ചോ? രാഹുൽ പറഞ്ഞിട്ട് രാഹുലിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്.
എന്താ ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ ഒരു അവസ്ഥ നീ മനസ്സിലാക്കുമെന്ന് പറയുന്നു. അതിനല്ലേ ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എന്തായാലും ഇവിടെ നിൽക്കണ്ട, നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കിച്ചണിൽ വെച്ചിട്ട് രാഹുൽ നല്ല ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അഞ്ചു. കാരണം വിശന്നിട്ട് ഇപ്പം അങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ രാഹുലിന് സാധിക്കില്ലല്ലോ. എത്ര ദിവസമായി നീ ഉണ്ടാക്കി കഴിഞ്ഞ ഫുഡ് കഴിച്ചിട്ട്, അതാണ് ഇത്ര ടേസ്റ്റ് എന്ന് ഒന്നുകൂടി കഴിക്കുക. അങ്ങനെ കഴിക്കുന്നുണ്ട്. എന്താ നമ്മുടെക്ക് ഇനി പ്ലാനിങ് ഒക്കെ ചോദിക്കുമ്പോഴത്തേനും എന്ത് ചെയ്യാനാ, തൽക്കാലം നീ ഇവരുടെ കൂടെ നിൽക്ക്. ഇവരുടെ കൂടെ ആകുമ്പോൾ നീ സേഫാണല്ലോ. എൻ്റെ കാര്യം നീ, അപ്പോൾ രാഹുലോ, എൻ്റെ കാര്യം അങ്ങനെ നടക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ അതും ശരിയാകുമായിരിക്കും. ഈ ഒരു പൈസയൊക്കെ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അച്ഛനോട് ചോദിക്കുന്നത് 10 പൈസ അച്ഛൻ തരില്ല. അച്ഛൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ഞങ്ങളുടെ പ്രോപ്പർട്ടിയും കാര്യങ്ങളെല്ലാം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഞാൻ അന്വേഷിച്ചു, അതൊന്നും നടക്കില്ല. അതിനൊന്നും ക്യാഷ് എടുക്കാനോ കൊടുക്കാനോ പറ്റില്ല എന്നൊക്കെ അറിയുന്നുണ്ട്. അഞ്ചു ആണെങ്കിലോ, നമുക്കൊരു കാര്യം പ്ലാൻ ചെയ്താലോ, നമുക്ക് ഈ നാട് വിട്ട് പോയാലോ. അപ്പോൾ അങ്ങനെയാണെങ്കിലും പോലീസ് നമ്മുടെ പുറകെ ഉണ്ടാവും. നാട് വിടുന്നതൊക്കെ ആണെങ്കിൽ ആദ്യമേ ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. എല്ലാം കൊണ്ടും പോലീസിൻ്റെ പിടിയിൽ തന്നെയായിരിക്കും നമ്മൾ രണ്ടുപേരും ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ രാഹുൽ ചെയ്യുക, നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ എന്നാ സാധിക്കുക. ഇപ്പോൾ അഞ്ജുവിനെ രാഹുലിൻ്റെ കൂടെ കൊണ്ടുപോകാൻ രാഹുലിന് ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ താൻ ഇവിടെ തന്നെ നിന്നാൽ മതി എന്നൊരു കാര്യമാണ് പറയുന്നത്. അതിനുശേഷം തന്നെ വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ശിവയും അതുപോലെ നമ്മുടെ വർഷയാണെങ്കിലോ കുഞ്ഞു മോളുടെ, അതായത് നമ്മുടെ ആർച്ചക്കുട്ടിയുടെ കുറേ വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. താൻ എപ്പോഴും ഇങ്ങനെ അടച്ച് പൂട്ടി ഇങ്ങനെ വിഷമത്തോടെ ഇരുന്നിട്ട് വല്ല കാര്യമില്ല വർഷേ. നമ്മൾ റിയാലിറ്റിയെ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ആർച്ചക്കുട്ടിയെ തിരിച്ച് കിട്ടില്ലേ ശിവ എന്ന് പറയുന്നുണ്ട്. തിരിച്ചു കിട്ടാൻ ആകെ ഒരു മാർഗം തന്നെയൊന്നുമല്ല, അതായത് അന്ന് CSR പറഞ്ഞ പോലെ ആ ഒരു പെറ്റീഷൻ കൊടുക്കുക, അത് മാത്രമാണ്. എന്തായാലും അതിലൂടെ തന്നെ മോളെ നമുക്ക് തിരിച്ചു കിട്ടും. പക്ഷേ അതിന് കുറച്ച് ടൈം വേണം വർഷ. എന്തായാലും വിചാരിച്ചതുപോലെ അത്ര പെട്ടെന്നൊന്നും കാര്യങ്ങൾ നടക്കാനും പോകുന്നില്ല. നീ കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരിക്കാനായിട്ട് വർഷയോട് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ആർച്ചമോളെ വർഷയ്ക്ക് തന്നെ കിട്ടട്ടെ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.